Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ പ്രത്യാശ തരാൻ പോവുകയാണ്. God is going to give a great hope in your life. ആമേൻ. നിങ്ങളുടെ പ്രതീക്ഷകളും പ്രത്യാശകളും അസ്തമിച്ചു പോകുകയില്ല. അതൊരു വിജയമായി, വിക്ടറിയായി മാറാൻ പോവുകയാണ്. Your hope and your expectation are going to become a great victory. Holy Spirit changes our identity. പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്നു. റോമർ 8:15 നാം പഠിക്കുമ്പോൾ When we study Romans chapter number 8 verse number 15, ദൈവം നമ്മളെ എന്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നുവോ and what God need to call us, അതിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. and Holy Spirit is taking to us into that calling. പരിശുദ്ധാത്മാവിന് വലിയൊരു പദ്ധതിയുണ്ട്. And Holy Spirit has a great purpose. പരിശുദ്ധാത്മാവ് സ്വപ്നങ്ങളെ വെളിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യും. And Holy Spirit reveal the dreams and preserve the dreams and protect the dream and fulfill the dreams. Holy Spirit changes our identity. പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിത്വങ്ങളെ മാറ്റുന്നു. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. And Holy Spirit is preparing you for a great journey. ആമേൻ. The Holy Spirit in Exodus. പുറപ്പാടിലെ പരിശുദ്ധാത്മാവ്. പുറപ്പാട് 3:2 പഠിക്കുമ്പോൾ When we study Exodus chapter number 3 verse number 2, ഒരു മോശയെ ദൈവം വലിയൊരു ഇവാഞ്ചലിസവുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. and God has a great desire to bring out Moses for a great evangelism. The fire of evangelism. സുവിശേഷത്തിന്റെ അഗ്നി. തീയുടെ സുവിശേഷീകരണം. The fire evangelism. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നി ജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നു. And the angel of the Lord appeared unto Moses in a flame of fire out of the midst of a bush. Holy Spirit gives a passion for lost souls. നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു വാഞ്ച, ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എത്ര പേരുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ട ഈ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ദാഹമുണ്ട്. And how many of you have a great desire and thirst for the perishing soul? നമുക്ക് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്കും നമ്മുടെ വിശപ്പ്, ദാഹം, ഇതിനൊക്കെ നമുക്ക് ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്. And we have desire about our material things and also we have desire about നമ്മൾ അത് food and water. ഫുൾഫിൽ ചെയ്യുവാനിടയായിത്തീരും. And we will fulfill that. എന്നാൽ ഇവിടെ കാണുന്നത് നശിച്ചു പോകുന്ന സോൾസ്, ആത്മാക്കൾക്ക് വേണ്ടി ഉള്ള ഒരു വലിയ ദാഹം നമുക്കുണ്ടാകണം. But here we can see there is a desire or a thirst for a perishing souls. പലരും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോകുന്നത് ഞാനൊരു പ്രോഫറ്റാണ്, ഞാൻ അല്ലെങ്കിൽ ഒരു ടീച്ചറാണ്, ഒരു പാസ്റ്ററാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഐഡന്റിറ്റി ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു എന്നുള്ളതാണ്. And most of the people, they want to reveal their identity as a prophet, as a pastor, as an evangelist, but we need to reveal our identity in Christ. നിങ്ങളുടെ ഐഡന്റിറ്റിയിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ And God is going to take you to your identity. നിങ്ങൾ അത് അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് വെക്കണ്ട. You don't need to print out about your അതിന്റെ നെയിം identity. പ്ലേറ്റ് വെക്കണ്ട. You need to put a nameplate. നിങ്ങൾ ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ But once you minister in the spirit of God, നിങ്ങളിൽ വ്യാപരിക്കുന്ന ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുവാനിടയായി. and what is the identity and calling what you have, it will manifest in your life. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. right now those who are hearing this word of God, bless these children. അങ്ങയുടെ അത്ഭുത വാതിലുകൾ തുറക്കണമേ. Let your miraculous doors be opened. അങ്ങയുടെ മഹിമ വെളിപ്പെടണമേ. Let your glory be revealed. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഈ ജനത്തെ we അനുഗ്രഹിക്കുന്നു. bless these people of God. യേശുവിൻ നാമത്തിൽ. In Jesus' name, ആമേൻ. Amen. നിങ്ങളുടെ ഐഡന്റിറ്റിയിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകും. God is going to take you to your identity. നിങ്ങൾ അതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യണം. You don't need to work for that. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക, Just obey God. ദൈവത്തെ സ്നേഹിക്കുക. Love God. അത് നമ്മുടെ ജീവിതത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തും. And it will reveal the real identity in our life.
God bless you. Love you. ഞാൻ ഈ ദിവസങ്ങളിൽ ഫാമിലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ As I was praying for families in these days, ഒരുപാട് ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലംസ്. there's a lot of problems in many families. അതുകൊണ്ട് ഫാമിലികളുടെ വിടുതലിന് വേണ്ടി ഒരു ഫാമിലി കോൺഫറൻസ് വെക്കാൻ പോകും. For that reason, for the deliverance of problems in families, we are going to conduct a family conference. ഡിസംബർ 23, 24, 25 ഈ തീയതികളിലാണ്. December 23rd, 24th and 25th. In these dates, നിങ്ങൾ എല്ലാവരും വരണം. you all should come. നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. You should be useful for the kingdom of God. ഫാമിലിയിലുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്, സമാധാനം ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. You are going to experience the peace and joy in your family life. ദൈവിക രോഗസൗഖ്യം അനുഭവിക്കണം. You need to experience divine healing. നിങ്ങൾ എല്ലാവരും വരിക, അറ്റൻഡ് ചെയ്യുക. All of you are welcome. You should attend this meeting. God bless you. God bless you.